ഇതൊക്കെ ബ്ലാക്ക് മണിയെ വൈറ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ് പൊതുവെ ആൾക്കാർ ഇത് യൂസ് ചെയ്യാറുള്ളത്. തെളിയിക്കാൻ പറ്റാത്ത ചിലവുകൾ എന്ന് കണക്കാക്കി ആ തുകയ്ക്ക് മുകളിൽ നമ്മൾ ടാക്സ് അടയ്ക്കേണ്ടി വരും. നമ്മൾ കണക്കിൽപ്പെടാത്ത ഗോൾഡ് അല്ലെങ്കിൽ ക്യാഷ് ഒക്കെ കണ്ടെത്തിയെന്ന് അറിയാറില്ലേ? നമ്മുടെ ചിലവുകൾ എത്ര രൂപയായിക്കോട്ടെ, എന്ത് തന്നെ ആയിക്കോട്ടെ, അതിന് തക്കതായ ഡോക്യുമെൻ്ററി എവിഡൻസ്, അതായത് അതിൻ്റെ പ്രൂഫുകൾ നമുക്ക് സബ്മിറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ അത്തരം ചിലവുകളെ അൺഎക്സ്പ്ലെയിൻഡ് എക്സ്പെൻഡിച്ചർ, അതായത് തെളിയിക്കാൻ പറ്റാത്ത ചിലവുകൾ എന്ന് കണക്കാക്കി ആ തുകയ്ക്ക് മുകളിൽ നമ്മൾ ടാക്സ് അടയ്ക്കേണ്ടി വരും. ആ തുകയ്ക്ക് നമ്മൾ പറയുന്ന പേരാണ് ഡീംഡ് ഇൻകം, അല്ലെങ്കിൽ അതിനെ വരുമാനമായിട്ട് കണക്കാക്കും. അതുപോലെ തന്നെ മറ്റൊരു 2 വകുപ്പുകളെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഒന്ന് ക്യാഷ് ക്രെഡിറ്റ് എന്നും രണ്ടാമത് അൺഎക്സ്പ്ലെയിൻഡ് മണി എന്നും. ക്യാഷ് ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതായത് നമ്മുടെ അക്കൗണ്ടിൽ ഒരുപാട് എമൗണ്ട് ക്രെഡിറ്റായി കിടക്കുകയാണ്. അത് ചിലപ്പം ലോണായിട്ടാവാം, സെയിലിംഗ് ആണെന്നൊക്കെ പറയാം. പക്ഷേ അതിന് നമുക്ക് തക്കതായ രേഖകൾ നമുക്ക് കാണിക്കാൻ പറ്റുന്നില്ല. അതായത് മിസ്റ്റർ എക്സ് എന്ന് പറഞ്ഞ ആളെ കയ്യിൽ നിന്ന് നമ്മളൊരു ലോണ് വാങ്ങിച്ചു എന്ന് പറയുന്നു. പക്ഷെ അങ്ങനൊരു വ്യക്തിയില്ല. നമ്മളൊരു ബൾക്ക് എമൗണ്ട് അതിൽ കൊണ്ടിടുകയാണ്. നമ്മുടെ അക്കൗണ്ടിൽ, നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റിൽ നോക്കുമ്പോൾ ഒരു വലിയൊരു എമൗണ്ട് വന്നിട്ടുണ്ട്. ചിലപ്പോൾ ഒരു 2 ലക്ഷം വരെ ആയിക്കോട്ടെ. അങ്ങനെയാണെങ്കിൽ ആ എമൗണ്ടിൻ്റെ എക്സ്പ്ലനേഷൻ നമുക്ക് കൊടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ അത്തരം തുകയ്ക്ക് നമ്മൾ പറയുന്ന പേരാണ് അൺഎക്സ്പ്ലെയിൻഡ് ആയ ക്യാഷ് ക്രെഡിറ്റ് എന്നാണ് നമ്മൾ പറയുന്നത്. ആ ക്യാഷ് ക്രെഡിറ്റിൻ്റെ സോഴ്സ് അല്ലെങ്കിൽ അതിൻ്റെ ഇൻകം എവിടുന്ന് കിട്ടി, അല്ലെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസുകൾ, ആ വ്യക്തിയെ പറ്റിയുള്ള ഡാറ്റകൾ ഒന്നും നമുക്ക് സബ്മിറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ അത്തരം എമൗണ്ടിൻ്റെ മുകളിൽ നമ്മൾ പെനാൽറ്റി അടയ്ക്കേണ്ടി വരും. ഇതൊക്കെ ബ്ലാക്ക് മണിയെ വൈറ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ് പൊതുവെ ആൾക്കാർ ഇത് യൂസ് ചെയ്യാറുള്ളത്. അപ്പം അത്തരം കാര്യങ്ങൾ മൊത്തമായിട്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ സെക്ഷൻ കൊണ്ടുവന്നത് തന്നെ. നമ്മുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ വരുന്ന ഇൻകത്തിന് നമുക്ക് സോഴ്സ് കാണിക്കാൻ പറ്റിയില്ലെങ്കിൽ, അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ, അതാണ് അൺഎക്സ്പ്ലെയിൻഡ് ക്യാഷ് ക്രെഡിറ്റ് എന്ന് സെക്ഷൻ 68 പറഞ്ഞിരിക്കുന്നത്. അൺഎക്സ്പ്ലെയിൻഡ് ക്യാഷ് ക്രെഡിറ്റിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു വകുപ്പ് കൂടിയുണ്ട്. സെക്ഷൻ 69A പറയുന്ന അൺഎക്സ്പ്ലെയിൻഡ് മണി എന്ന് പറഞ്ഞ വകുപ്പ്. ഇൻകം ടാക്സ് റെയ്ഡ് വരുന്ന സമയത്തൊക്കെ നമ്മൾ കണക്കിൽപ്പെടാത്ത ഗോൾഡ് അല്ലെങ്കിൽ ക്യാഷ് ഒക്കെ കണ്ടെത്തിയെന്ന് അറിയാറില്ലേ? ആ സമയത്താണ് ഈ വകുപ്പ് പൊതുവെ ചാർജ് ചെയ്യാറ്, അൺഎക്സ്പ്ലെയിൻഡ് മണി. ഈ വകുപ്പ് പ്രകാരം നിങ്ങളുടെ കയ്യിലുള്ള ജ്വല്ലറി ആയിക്കോട്ടെ, അല്ലെങ്കിൽ ക്യാഷ് ആയിക്കോട്ടെ, അത്തരം കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് അതിൻ്റെ ഡോക്യുമെൻ്ററി എവിഡൻസ് സബ്മിറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല എങ്കിൽ അതിന് അൺഎക്സ്പ്ലെയിൻഡ് മണി ആയിട്ടാണ് കണക്കാക്കുന്നത്. നിങ്ങളുടെ കയ്യിലുള്ള രേഖകൾ പ്രകാരം നിങ്ങളുടെ അക്കൗണ്ട്സിലെ ക്യാഷ് ഉണ്ട്, പക്ഷെ നിങ്ങൾക്ക് അതിൻ്റെ ഡോക്യുമെൻ്ററി എവിഡൻസ് അല്ലെങ്കിൽ സപ്പോർട്ടിംഗ് രീതി, സോഴ്സ് ഓഫ് ഇൻകം ഏതാണെന്ന് നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അതുപോലെ നിങ്ങളുടെ കയ്യിൽ ഫിസിക്കലി ക്യാഷോ ഗോൾഡോ ഉണ്ട്, പക്ഷെ അതിൻ്റെ ഓണർഷിപ്പ് നിങ്ങൾക്ക് പ്രൂവ് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ ഇതിനെയൊക്കെയാണ് നമ്മൾ അൺഎക്സ്പ്ലെയിൻഡ് മണി എന്നൊക്കെ പറയുന്നത്. അങ്ങനെ വരികയാണെങ്കിൽ സെക്ഷൻ 115BBE പ്രകാരം നിങ്ങൾക്ക് ടാക്സ് ലയബിലിറ്റി വരുന്നത് 60% ഇതിനു പുറമെ സർചാർജും സെസ്സും എല്ലാം കൂടി ഏകദേശം 78% നിങ്ങൾ ടാക്സ് ആയിട്ട് അടയ്ക്കേണ്ടി വരും. ഇതിനു പുറമെ സെക്ഷൻ 271AAC പ്രകാരം നിങ്ങൾക്ക് ഒരു 10% ഈ ടാക്സിൻ്റെ മുകളിലും കൂടി നിങ്ങൾ അടയ്ക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ, പ്രത്യേകിച്ച് ബ്ലാക്ക് മണി എബോളിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്തരം നിയമങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പം എപ്പോഴും ഡോക്യുമെൻറ്റ്സ് നിങ്ങളുടെ കയ്യിൽ പക്ക റെഡിയായി വയ്ക്കുക.